കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്നൊരു കേസിൽ കൊച്ചിയിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് അർജുൻ ആയങ്കിയുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. കടമന്ത്രയിലെ RK അപ്പാർട്ട്മെന്റ്സിലാണ് തെളിവെടുപ്പ്. ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഈ പോലീസുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയ കേസാണ്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ പോലീസ് ആയങ്കയും കൊണ്ട് പോവുകയാണ്. കസ്റ്റഡിയിൽ കിട്ടിയ സമയത്ത് പരമാവധി തെളിവെടുപ്പ് എന്നതാണോ? മാധു, തീർച്ചയായിട്ടും ആ കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പരമാവധി തെളിവെടുപ്പ് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അർജുൻ ആയങ്കിയെ 2 ദിവസത്തേക്ക് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് തൊട്ട് പിന്നാലെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും അർജുൻ ആയങ്കി സമർപ്പിച്ചിരുന്നതാണ്. ആ 2 ഇടങ്ങളിൽ നിന്നും ഇത് തള്ളുന്നു. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുന്നു. അങ്ങനെ ഒളിവിൽ പോയതിന് പിന്നാലെ ഈ അപ്പാർട്ട്മെന്റിലെത്തി ഇവിടെയാണ് ഒളിവിൽ കഴിഞ്ഞെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അതായത് അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കൾ ഈ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. അങ്ങനെ 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് അർജുൻ ആയങ്കി ഇവിടെ കഴിഞ്ഞിരുന്നത്. 2-3 ദിവസം ഇവിടെ കഴിയുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് കടന്നു കളയുകയും പിന്നീട് തൃശ്ശൂർ വഴി കണ്ണൂരിലേക്ക് പോയെന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് തന്നെ ഈ 2 സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ച് വിശദമായി തന്നെ തെളിവെടുക്കുന്നത്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് നേരത്തെ ഈ SHOയെ ഭീഷണിപ്പെടുത്തിയതെന്ന് പറയുന്ന സമൂഹ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റ് ഇട്ടാണ്. ശിഷ്ടകാലം ഈ പെൻഷൻ വാങ്ങി ജീവിക്കാമെന്ന് കരുതണ്ട എന്നടക്കമുള്ള പരാമർശങ്ങളോട് ആണ് ആ പോസ്റ്റ് ഇട്ടിരുന്നത്. ആ സമൂഹ മാധ്യമം പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസിനെ കണ്ടെടുക്കേണ്ടതുണ്ട്. നേരത്തെ കണ്ണൂർ സൈബർ പോലീസ് അവിടെ കേസുമായി ബന്ധപ്പെട്ട ഒരു മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. അതിന്റെ പരിശോധന തുടരുകയാണ്. ഈ ഫോൺ ഉപയോഗിച്ച് തന്നെയാണോ ഈ സമൂഹ മാധ്യമം പോസ്റ്റ് ഇട്ടത്? അതായത് കോതമംഗലം SHOയ്ക്കെതിരെ സമൂഹ മാധ്യമം പോസ്റ്റ് ഇട്ടതെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടത്. അതിനുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇനി ഉള്ള മണിക്കൂറുകൾ നടക്കുന്നത്. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് ഇനി ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും മറ്റ് 2 കേസുകൾ കൂടി ഇയാൾക്കെതിരെ ഉണ്ട്. ഒന്ന് ഊന്നുകൽ CA ഭീഷണിപ്പെടുത്തിയ കേസാണ്. അതിന് പുറമെ തന്നെ ആലുവ റൂറൽ സൈബർ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിന്റെ കേസാണ്. അങ്ങനെ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ പോലും മറ്റ് 2 കേസുകളിൽ ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഇതോടൊപ്പം തന്നെയാണ് ആദ്യ കേസ്, അതായത് ഈ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്ത് സാഹചര്യമാണെന്നുള്ളത് നമുക്കറിയാം. ആദ്യ കേസ് സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്നുള്ള കേസാണ്. അത് കോതമംഗലം പോലീസിന്റെ കേസാണ്. ആ കേസിൽ പോലീസ് റിപ്പോർട്ട് പ്രകാരം കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ഇടങ്ങളിൽ കൊണ്ടുപോയി അർജുൻ ആയങ്കി 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് കിട്ടിയിരിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കുകയാണ്. നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത പോലീസുകാരുടെ കൂടെ നടന്നു പോകുന്ന ആയങ്കിയും കാണാൻ കഴിയും.